കാസർഗോഡ് വിഷൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ടോക്ക് ടൈമിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡിൻ്റെ തുടർച്ചയാണ്. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ അതിഥി കഴിഞ്ഞ എപ്പിസോഡിലെ അതിഥിയായ കപ്പണക്കാൽ കുഞ്ഞിക്കണ്ണൻ നായത്താരാണ് ഇന്നത്തെ അതിഥിയായിട്ടുള്ളത്. ഒപ്പം പ്രേക്ഷകരെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരു സ്ഥലത്ത് നമ്മുടെ തന്നെ ഈ ഘടകത്തിന്റെ പരിധിക്കകത്തൊരു സ്ഥലത്ത് ഒക്കെ വേണ്ടി നായാടി, പിന്നെ വളരെ രഹസ്യമായിട്ട് നായാടി പന്നി ആ സ്ഥലത്തേക്ക് എത്തിക്കാതെ കണ്ട് അത് ഐസും കണ്ടല്ല ഇത് തണുപ്പിച്ച് വെച്ചിട്ട് അതേ പിന്നെ മൃഗത്തെ 3-4 ദിവസം കഴിഞ്ഞിട്ട് നടത്തി മറ്റൊരു തറവാട്ടിലെ തെയ്യം കെട്ടിന് കൊണ്ടുവന്ന അനുഭവം സാക്ഷ്യം വഹിച്ച ഞാൻ ഏറ്റവും കൂടുതൽ പിന്നെ വളരെയേറെ ദുഃഖിച്ച ഒരു സംഭവം. ചില ഫോറസ്റ്റ് ഓഫീസർമാർ ഈ പരിപാടിയിൽ പങ്കെടുത്ത മുമ്പ് ഓഫീസർമാരുണ്ടായിരുന്നു. അവർ പോലും ചില സന്ദർഭങ്ങളിൽ ഈ വിഷയം പരാമർശിച്ചിട്ടുണ്ട്. കാരണം അപ്പയുടെ ചടങ്ങിന്റെ പേര് വയനാട്ടുകുലവൻ തെയ്യംകെട്ടിന്റെ ഈ ചടങ്ങിൽ ഇത് ചൂഷണം ചെയ്യുന്നുണ്ട്. പലരുടെയും വീടുകളിൽ പന്നിയിറച്ചി അവരുടെ വീടുകളിൽ ഉണക്കി സൂക്ഷിക്കുന്ന ഒരു സംവിധാനം ഉണ്ടായിട്ടുണ്ട്. അത് വംശനാശം നേരിടുന്ന മൃഗങ്ങളെ വേട്ടയാടുന്നുണ്ട്. പിന്നെ ഈ പറയുന്ന ഇതൊരു ആസ്വദിക്കുന്ന രീതിയിൽ വേട്ടയാടുക എന്നത് ഒരു ആസ്വദിക്കുന്ന മനുഷ്യന് അങ്ങനെ ഉണ്ടല്ലോ, അങ്ങനെ ചെയ്യുന്ന ഒരു വിഭാഗമാണ്. അതുകൊണ്ടാണ് ഈ നിയമത്തിന്റെ നിയമം കൂടുതൽ കർശനമാക്കുന്നത്. അത് ബാധിക്കുന്നത് വിശ്വാസത്തിന്റെ പേരിൽ വളരെ ദിവ്യത്വം കൽപ്പിച്ചിട്ട് നമ്മൾ ഈ ചടങ്ങ് നടത്തുന്ന ഒരു വലിയ സമൂഹത്തെ അത് ബാധിക്കുന്നത്. അങ്ങനെയാണ് അത് സ്വാഭാവികമായിട്ടും വരുന്നത്. പിന്നെ ഇത് പിന്നെ പരിസ്ഥിതി വകുപ്പും അതുപോലെ തന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ അവർക്ക് നിക്കക്കളിയിലെ സ്ഥിതി വന്നു. കാരണം അതെ, ഈ പിന്നെ ഭക്തന്മാരായിട്ടുള്ള ആളുകൾ തന്നെ ഇപ്പൊ പരിസ്ഥിതി പ്രവർത്തകന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ പറഞ്ഞത് ശരിയാണ്. കാരണം ഇങ്ങനെ പിന്നെ വംശനാശം വരുത്ത ഈ ഇതിന്റെ പേരിൽ വയനാട്ടുകാരുടെ പേരിൽ ഈ വന്യമൃഗങ്ങളെ വംശനാശം വരുത്തുന്ന ഒരു പ്രവണത ശരിയല്ല എന്ന് പറയുന്നത് എനിക്ക് 100% യോജിപ്പുണ്ട്. അതിന് പകരം അത് എന്തുകൊണ്ട് ഇങ്ങനെ ഈ പിന്നെ ദ്രവ്യം വരുന്നതുകൊണ്ടാണ് അങ്ങനെ കാലഘട്ടത്തിനനുസൃതമായ വിശ്വാസത്തിലും നമ്മൾ ചില മാറ്റങ്ങൾ വരുത്തി ഇത് നിലനിർത്തിക്കൊണ്ടുപോകും. ഈ വിശ്വാസം നിലനിർത്തിക്കൊണ്ടുപോയി ഈ ചടങ്ങ് പരിമിതപ്പെടുത്തുക, ഈ ചടങ്ങിന്റെ ദിവ്യത്വം മാനിച്ചുകൊണ്ട് ചടങ്ങ് പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ഇത്തരത്തിലുള്ള ചടങ്ങ് സംഘടിപ്പിക്കും. അതോടൊപ്പം തന്നെ നമ്മൾ മറ്റൊരു വിഷയത്തിൽ ഇപ്പം അങ്ങായാലും നമ്മളിപ്പം വെളിച്ചപ്പാട്, പിന്നെ അന്തിത്തിരിയൻ, കുട്ടേക്കാർ, ഇതൊക്കെ ഒരു ദൈവം, അതായത് നമ്മുടെ സ്ഥാനങ്ങളും തറവാടുകളുമായി ബന്ധപ്പെട്ടുള്ള ദൈവത്തിന്റെ പ്രതിരൂപങ്ങളാണ്. അത് ചിലത് ഇപ്പൊ നേരത്തെ അങ്ങ് സൂചിപ്പിച്ചതുപോലെ തറവാടുകളിൽ നിന്ന് വരുന്നതുണ്ടാവും, മരുമക്കത്തായ മതി, അല്ലെങ്കിൽ പിന്നെ 10 ആളിൽ നിന്ന് വെളിച്ചപ്പാടിന് അപൂർവം ചില ക്ഷേത്രങ്ങളിൽ അല്ലെങ്കിൽ ചില സ്ഥാനങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇത്തരം ആചാരങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആചാരസ്ഥാനത്ത് എത്തിയവര് പിന്നീട് ഇവർക്കുള്ള ജീവിത മാർഗങ്ങൾ, ഉദാഹരണത്തിന് ഇപ്പം ഒരു വെളിച്ചപ്പാടായാലും ഒരു അന്തിത്തിരിയനായാലും ഇപ്പം നേരത്തെ ഇപ്പൊ പാലക്കുന്ന് കഴകത്തെ കുറിച്ച് അതൊരു സമ്പന്നമായ കഴകം എന്നാണ് പൊതുവെ വടക്കേ മലബാറിൽ അറിയപ്പെടുന്നത്. പാലക്കുന്ന് ഭഗവതി ക്ഷേത്രം എന്നത് വളരെ സമ്പന്നതയുള്ള ഒരു ഭഗവതി ക്ഷേത്രമാണ്. അവിടുത്തെ കൂടുതൽ ജനങ്ങൾ അല്ലെങ്കിൽ അവർ സംഘടിപ്പിക്കുന്ന സാമൂഹ്യ പ്രവർത്തനങ്ങൾ, അവിടുത്തെ വിശ്വാസത്തിന്റെ ഭാഗമായിട്ടുള്ള മറ്റ് ഉത്സവാദി കാര്യങ്ങൾ, ഇതൊക്കെ പാലക്കുന്ന് ഭഗവതി ക്ഷേത്ര ഭരണി മഹോത്സവം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു ഭരണി മഹോത്സവമാണ്. അപ്പൊ ഇത്തരത്തിലുള്ള നമുക്ക് ഈ പാലക്കുന്ന് ഭഗവതി ക്ഷേത്ര കഴകത്തിലെ ആചാരക്കാർ മാറ്റി നിർത്തുകയാണെങ്കിൽ മറ്റു വടക്കേ മലബാറിലെ ഇതുപോലുള്ള ക്ഷേത്രങ്ങളിലെ ആചാരക്കാർ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദൈവത്തിന്റെ പ്രതിരൂപങ്ങളായ ആടയാഭരണങ്ങളൊക്കെ അഴിഞ്ഞ് അകമ്പാടി കയറി വരുന്ന ദൈവത്തിന് നമ്മൾ അവരുടെ അനുഗ്രഹം വാങ്ങാൻ വേണ്ടി ഇങ്ങനെ ക്യൂ നിൽക്കുന്നുണ്ട്. പക്ഷെ ആ വിശ്വാസത്തിന് ശേഷം അവർ ആ തെയ്യം കെട്ട് അല്ലെങ്കിൽ ഒരു ഉത്സവം കഴിഞ്ഞ ശേഷം അവരെങ്ങനെ ജീവിക്കുന്നു? ഉദാഹരണത്തിന് ഞാൻ പോലും നേരിട്ട് കണ്ട അനുഭവങ്ങളുണ്ട്. ഇത്തരത്തിലുള്ള ദൈവത്തിന്റെ പ്രതിരൂപങ്ങൾ നീലേശ്വരവും കാഞ്ഞങ്ങാടും ബസ് സ്റ്റാൻഡിൽ ലോട്ടറി, ഉപജീവന മാർഗത്തിന് ലോട്ടറി വിൽപ്പന നടത്തുന്ന ആളുകൾ, തലേ ദിവസം നമുക്ക് കുറി തന്ന് അനുഗ്രഹം കഴിഞ്ഞ ദൈവത്തിന്റെ പ്രതിരൂപങ്ങൾ ലോട്ടറി വിൽക്കേണ്ട ഒരു നമ്മുടെ ഗതികേട് ഞാൻ ഉപയോഗിക്കുന്നില്ല, ജീവിതമാർഗം തീർച്ചയായിട്ടും 50 പവനോ 60 പവനോ ഇട്ടിട്ട് ദൈവത്തിന്റെ പ്രതിരൂപമായി ഉറഞ്ഞു തുള്ളുന്ന ഈ ആചാരക്കാരന്മാര് ചിലപ്പോൾ അവരുടെ മക്കളെ കല്യാണം കഴിച്ചു കൊടുക്കാൻ 10 പവൻ പോലും കൊടുക്കാൻ പറ്റാത്ത സാമ്പത്തിക സ്ഥിതി ഇല്ലാത്തവരായിരിക്കും. അപ്പൊ ഇവർ ഈ ഞാൻ ചോദിക്കുന്നത് പറഞ്ഞാല് ഇത്തരത്തിലുള്ള ആളുകൾ ആചാരപ്പെട്ട് കഴിഞ്ഞാല് ഇപ്പൊ ഇവരെ കുടുംബം കൈവിടുകയാണെങ്കിൽ അവർക്ക് ജീവിതമാർഗമില്ല. ക്ഷേത്രം എങ്ങനെയാണ് അവരെ കൈകാര്യം? ക്ഷേത്രം ഇപ്പോ ഈ പിന്നെ മാറിയ കാലഘട്ടങ്ങളില് മുമ്പൊന്നും അങ്ങനെ ഉണ്ടായില്ല. നേരത്തെ ഞാൻ ഈ പിന്നെ ക്ഷേത്രത്തിലെ ഒരു കഴകത്തിലെ ആചാരസ്ഥാനം ഒഴിവ് വന്നാൽ കഴകക്കാർ ആവശ്യപ്പെടും അത് ബന്ധപ്പെട്ട അവകാശികളോട്. അപ്പൊ എത്രയും വേഗത്തിൽ ഒരു വർഷത്തിനകത്തൊക്കെ പകരക്കാരെ നമ്മൾ കൊടുക്കണം എന്നുള്ളതാണ് വ്യവസ്ഥ. അപ്പൊ അങ്ങനെ കൊടുക്കുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദൈവഹിതമൊക്കെ നോക്കിയിട്ടാണ് ആൾക്കാർ തെരഞ്ഞെടുക്കുക. 2-3 ആളുകൾ പേര് ദൈവഹിതമൊക്കെ നോക്കിയിട്ട് തെരഞ്ഞെടുത്ത് കൊടുക്കുമ്പോൾ മുമ്പൊന്നും പിന്നെ
പാലക്കുന്നിനെ സംബന്ധിച്ചിടത്തോളം ഈ ബന്ധപ്പെട്ട തറവാട്ടുകാരെ ഒക്കെ തറവാടുകളിലാണ് സ്ഥാനം വഹിച്ചവർ താമസിക്കുക, ഞാനടക്കം. അപ്പൊ അങ്ങനെ ആ തറവാട്ടിൽ നിന്നുള്ള പിന്നെ വരുമാനം ആ വ്യക്തിക്കാണ്. അപ്പൊ അതുകൊണ്ട് സാമാന്യേന ഇപ്പൊ ഞാനൊക്കെ ജീവിച്ചു വന്നതും പിന്നെ ഈ ചുറ്റുപാടൊക്കെ ആയിട്ടുള്ള തറവാട്ടിൽ നിന്ന് പിന്നെ ഞാനടക്കം പിന്നെ അതെ ഒരു വലിയൊരു പിന്നെ ദാരിദ്ര്യ പിന്നെ എന്ന് പറയുന്നില്ല. എന്നിരുന്നാലും മറ്റ് ഇതര ക്ഷേത്രങ്ങളിലായാലും ഘടകങ്ങളിലായാലും സാമ്പത്തികമായിട്ട് പിന്നെ വളരെയേറെ കഷ്ടപ്പെടുന്ന സ്ഥാനികന്മാരുണ്ട്. പക്ഷെ ഇപ്പോ അപൂർവം ചില ക്ഷേത്രങ്ങളിൽ ഒരു മാസാന്തരം ഒരു മാസ പിന്നെ ചെലവ് എന്നുള്ള നിലയിൽ പിന്നെ 1000, 2000, 3000 റുപ്യൊക്കെ അവരുടെ ക്ഷേത്ര ഫണ്ടിൽ നിന്ന്. അല്ല, ക്ഷേത്രങ്ങൾ സ്വാഭാവിക ഒരു ഉത്സവത്തിൽ ഒരു കളിയാട്ടം നടത്തുന്ന ക്ഷേത്രം ലക്ഷക്കണക്കിന് രൂപ ചെലവഴിക്കും. നേരെ മറിച്ച് ഒരു ആചാരക്കാരന് എന്തൊരു നിശ്ചിത തുക കൊടുക്കണം എന്ന് പറയുമ്പോൾ ക്ഷേത്രക്കാർ പറയൽ സ്വാഭാവികം അത് തറവാട്ടിൽ നിന്ന് വന്നവരാണ്, തറവാട്ടുകാരാണ് ശ്രദ്ധിക്കാതെ എന്ന് പറയും. അങ്ങനെ പറയും, ക്ഷേത്രക്കാർ അങ്ങനെ പറയും. പക്ഷെ ആ ഒരു ബാധ്യത തറവാട്ട് പിന്നെ കമ്മിറ്റി, ഇപ്പൊ പിന്നെ എല്ലാ തറവാട്ടും കമ്മിറ്റിയാണല്ലോ നടത്തുന്നത്, കമ്മിറ്റിയിൽ പിന്നെ നിക്ഷിപ്തമാണ്. പക്ഷെ ഇപ്പൊ പിന്നെ ആ ഒരു രീതിയിലുള്ള സഹായങ്ങൾ ഇപ്പം അടുത്ത കാലത്തായിട്ട് കൊടുക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ഈ പരിധിക്കകത്തൊക്കെ അങ്ങനെ ചെയ്തു വരുന്നുണ്ട്. ഇപ്പൊ ഞങ്ങള് ഇപ്പൊ പാലക്കുന്നിൽ തന്നെ ഇപ്പൊ ഒരു 4-5 ലക്ഷം റുപ്യൊക്കെ പിന്നെ ഡെപ്പോസിറ്റ് ചെയ്തിട്ടാണ് ഒരാളെ പിന്നെ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നത്. അപ്പൊ അദ്ദേഹത്തിന് മറ്റു ജോലി ചെയ്യാൻ പാടില്ല, ഒന്നും ചെയ്യാൻ പാടില്ല, കൂലി പിന്നെ പണിയോ മറ്റൊന്നും ചെയ്യാൻ പാടില്ല. അവർക്ക് പരിമിതികളുണ്ട്. തലയിൽ ചുമടെടുക്കാൻ പാടില്ല, പിന്നെ കന്നുപൂട്ടാൻ പാടില്ല, ഇങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ അവർ സ്വാഭാവിക അവർ ജീവിക്കണമെങ്കിൽ അവർക്ക് ജീവിതമാർഗം ചെയ്തേ പറ്റും. അങ്ങനെ ഇപ്പോഴും ആ ഒരു രീതിയിൽ പിന്നെ ആരംഭം കുറിച്ചിട്ടുണ്ട്. ഒരു ബോധവൽക്കരണം തറവാട്ടുകാരിൽ വരുത്തിയിട്ട് ഇപ്പൊ ഞങ്ങൾ തന്നെ കമ്മിറ്റി ഒരു പിന്നെ മിക്ക പിന്നെ ക്ഷേത്രങ്ങളിലും അങ്ങനെ ഇപ്പം തുടങ്ങിയിട്ടുണ്ട്. അതൊരു ആശ്വാസമാണ്. അല്ലെങ്കിൽ സ്ഥാനത്തേക്ക് ആരും തന്നെ മുമ്പോട്ട് വരൂല. കാരണം വെച്ചാൽ സ്വന്തമായിട്ട് കുടുംബമായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തി ഒരു സുപ്രഭാതത്തിൽ ഒരു അച്ഛസ്ഥാനം വഹിക്കണം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ജോലിയൊന്നും ചെയ്യാനും പാടില്ല. അത് പിന്നെ സ്വന്തം ഭാര്യയും മക്കൾ പോലും ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ്. അച്ഛൻ അങ്ങനെ തയ്യാറാവുന്നുണ്ടെങ്കിൽ ആ ജീവനോപാധിയുടെ ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ പിന്നെ ആവാൻ പാടുള്ളൂ ഭാര്യയും മക്കളും പറയേണ്ട സ്ഥിതിവിശേഷമാണ്. മറ്റെന്തിനേക്കാളും പ്രധാനമല്ല ജീവിക്കുക എന്നത് മനുഷ്യന്റെ മുഖ്യമായിട്ട് ഘടകമാണ്. അപ്പൊ ഇപ്പൊ അത് ഒരു ആശ്വാസം എന്നുള്ള നിലയിൽ ഇപ്പൊ അത് തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോ നിങ്ങൾ പറഞ്ഞ പോലെ ഈ ലോട്ടറി വിൽപ്പനൊക്കെ ചെയ്യുന്ന ആളുകൾ തീർച്ചയായിട്ടും അതൊരു വിഭാഗത്തിനേന്നല്ല, പൊതുവെ ഇത്തരത്തിലുള്ള അത് പാടില്ലാത്തതാണ്. അദ്ദേഹത്തിന്റെ ആ ആചാര മഹിമ പിന്നെ കുലമഹിമൊക്കെ പിന്നെ വലിയ സമൂഹത്തിന്റെ വിശ്വാസം കൂടിയാണ് അവിടെ തായിരുന്നത്. അപ്പൊ അത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ട് തീർച്ചയായിട്ടും അത് ഒഴിവാക്കേണ്ടതാണ്. ആ ബന്ധപ്പെട്ട തറവാട്ടുകാർ തീർച്ചയായിട്ടും അദ്ദേഹത്തെ സംരക്ഷിക്കേണ്ട ബാധ്യത ഏറ്റെടുക്കേണ്ടതാണ്. അത്തരം ആളുകളെ ആരായാലും ഏത് സമുദായത്തിലായാലും നമ്മളിപ്പോ അത് ഒരു പ്രത്യേക വിഭാഗത്തിന് എന്ന് പറയുന്നത് ആചാരക്കാരൻ എന്ന് പറയുന്നത് ദൈവത്തിന്റെ പ്രതിരൂപങ്ങളല്ലേ പ്രതിപുരുഷന്മാരെ എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ആളുകൾ ആ സ്ഥാനത്തിനെ ബഹുമാനിക്കും. അല്ലെങ്കിൽ ഇപ്പൊ നേരത്തെ പറഞ്ഞു തലേസം 10-60 സ്വർണ്ണാഭരണം അണിഞ്ഞ് പിന്നെ വെളിച്ചപ്പാട് പിന്നെ തെയ്യത്തിന്റെ പ്രതിരൂപമായി നിന്നയാള് പിറ്റേ ദിവസം പിന്നെ ബസാറിൽ പോയിട്ട് ലോട്ടറി വിൽക്കുന്ന പറഞ്ഞാൽ അത് ഏറ്റവും വലിയ എന്താ ലജ്ജാകരം എന്ന് പറയാൻ അത്തരത്തിലുള്ള അങ്ങനെയുള്ള ഒരു സാഹചര്യം നമ്മൾ ഒഴിവാക്കേണ്ടതാണ്. കാരണം ഇവർക്കും ജീവിക്കുക എന്നത് മുഖ്യമായ ഘടകമാണ്. അങ്ങനെ ജീവിക്കാനുള്ള മാർഗങ്ങൾ ഉണ്ടാക്കുന്ന ക്ഷേത്രങ്ങൾ ഏറ്റെടുക്കണം, അല്ലെങ്കിൽ ബന്ധപ്പെട്ട തറവാട്ടുകാർ ഏറ്റെടുക്കണം. ഇത് നല്ലൊരു തുടക്കമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ആൾക്കാരിപ്പോ ഈ പറഞ്ഞത് നല്ലൊരു തുടക്കമാണ്. കാരണം അത് ഞങ്ങള് തീയ സമുദായത്തിന്റെ പിന്നെ കണ്ണൂർ കാസർഗോഡ് ജില്ലയിലെ വളവട്ടണം പുഴ മുതൽ തലപ്പാടി വരെയുള്ള പിന്നെ 146 സമുദായ ക്ഷേത്രങ്ങളുണ്ട്. ഈ 4 ഘടകങ്ങളടക്കം മനസ്സിലായില്ലേ? തീയ സമുദായത്തിൽ 4 ഘടകങ്ങളാണ് വെച്ചാല് പിന്നെ കുറുവന്തട്ട, പിന്നെ ശ്രീരാമവല്യം, നെല്ലിക്കാത്തുരുത്തി, പാലക്കുന്ന്. ഇത് 4 തീയ സമുദായത്തെ ഘടകങ്ങൾ. ബാക്കിയൊക്കെ സ്ഥാനങ്ങളാണ്. പേരിനൊരു പിന്നെ പറയുമ്പോൾ ഘടകങ്ങൾ എന്ന് പറയുമെങ്കിലും പ്രധാനപ്പെട്ട ഈ 4 ഘടകങ്ങൾക്കാണ് ഏറ്റവും പ്രധാനം. അതിന്റെ കീഴിൽ ഒരുപാട് ചെറുകിട ക്ഷേത്രങ്ങളുണ്ട്. അതിൽ ഒന്ന് പാലക്കുന്നിന് കീഴിൽ മാത്രം ഈ പത്തര ഗ്രാമത്തിൽ പാലക്കുന്നല്ലാതെ മറ്റു തീയ സമുദായത്തിൽ വേറെ പിന്നെ ആരാധനാലയങ്ങൾ ഏടില്ല, തറവാടുകൾ മാത്രം. അത്രയേ ഉള്ളൂ. അത്രേ പാടുമില്ല. മനസ്സിലായി? ആ രീതിയിലുണ്ട്. അപ്പൊ ഈ ക്ഷേത്രങ്ങളൊക്കെ ഏകോപിച്ചുകൊണ്ട് ഉത്തരഭാരതീയ സമുദായ ക്ഷേത്ര സംരക്ഷണ സമിതി എന്നൊരു സമിതിക്ക് രൂപം കൊടുത്തതിന്റെ വിജയഭാവം ചെയ്ത് പിന്നെ വ്യക്തികളിൽ പ്രമുഖൻ എന്ന് തന്നെ വേണം എനിക്ക് അവകാശപ്പെടാം. ഈ വിഷയം അവിടെ വരും. ഞാൻ പറഞ്ഞിരുന്നത് തന്നെ. അപ്പൊ അങ്ങനെ ഈ പിന്നെ ഏകോപന സമിതിയോട് സംഘടന പിന്നെ നല്ല ശക്തമായ സംഘടന ഇപ്പൊ വന്നിട്ടുള്ള ആ സംഘടന അതിന്റെ കീഴിൽ വരുന്ന ക്ഷേത്രങ്ങളെ സംബന്ധിച്ചിട്ടുള്ള അഭിപ്രായ ഭിന്നതകൾ
ആ ക്ഷേത്രങ്ങളെ പരിധിക്കകത്ത് തറവാടിലുണ്ടാകുന്ന പിന്നെ പ്രയാസങ്ങൾ ഇതൊക്കെ ഞങ്ങൾ പിന്നെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് സംഘടനയ്ക്ക് രൂപം കൊടുത്തത്. എന്ന് മാത്രമല്ല അതേ നേരത്തെ സൂചിപ്പിച്ചല്ലോ ആചാര സ്ഥാനം വഹിച്ച ആളുകളുടെ അവശത പരിഹരിക്കുന്നതിന് വേണ്ടി കൂടി മുഖ്യ പിന്നെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് സംഘടന രൂപം കൊടുത്തത്. ഒട്ടേറെ പ്രതിസന്ധികൾ പിന്നെ കടക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ പോലും അതെ ചെറിയ ഇതിൽ എല്ലാവർക്കും പിന്നെ വിശ്വാസത വരാൻ വേണ്ടി പാടുപെടേണ്ടത്. പക്ഷെ ഇപ്പൊ പൂർണ്ണമായിട്ട് ഒരു രാഷ്ട്രീയ പിന്നെ പാർട്ടിയും ഞങ്ങൾക്ക് കക്ഷിഭേദമന്യേ എല്ലാ സമുദായത്തിലെ എല്ലാ രാഷ്ട്രീയ പിന്നെ പാർട്ടിക്കാരും ഉള്ളതാണ് ക്ഷേത്രങ്ങളതൊക്കെ ഭരിക്കുന്നതൊക്കെ. എന്നിരുന്നാൽ പോലും ഈ സംഘടനയ്ക്ക് അങ്ങനെ ഒരു കാഴ്ചപ്പാടും ഇല്ലാത്ത രീതിയിൽ പിന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. മാത്രമല്ല ഇത്തരം ഒട്ടേറെ കടമ്പകൾ ഒട്ടേറെ പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടി ഈ പിന്നെ കമ്മിറ്റിക്ക് സാധിച്ചിട്ടുണ്ട്. ഈ അതിർത്തി തർക്കങ്ങൾ മറ്റുള്ള പിന്നെ സമുദായത്തിനിടയിലെ കഴകളും തമ്മിലെ തർക്കങ്ങൾ തീർക്കാൻ വേണ്ടി സാധിച്ചത് വലിയൊരു വിജയമായിട്ട് കാണുന്നു. അതേപോലെ തന്നെ ഭാവിയിൽ പിന്നെ മറ്റു ചില ലക്ഷ്യങ്ങൾ കൊണ്ട് കാരണം വിദ്യാഭ്യാസ രംഗത്ത് അല്ലെങ്കിൽ ആവശ്യത അനുഭവിക്കുന്ന തറവാട്ടിലെ പിന്നെ ആചാര സമുദായത്തിലെ സ്ഥാനികന്മാരായാലും അവരുടെ കുടുംബമായാലും ആവശ്യത അനുഭവിക്കുന്ന പ്രഥമ സ്ഥാനം കൊടുത്ത് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് ആചാരസ്ഥാനത്തുള്ള. കാരണം ഒരു നമുക്കറിയാം വിനായത്തറിയാം നമ്മളിപ്പോ ഈ പറയുന്ന സ്ഥാനങ്ങളിൽ ഈ പ്രത്യേകിച്ച് വെളിച്ചപ്പാട് ഈ ആചാരസ്ഥാനം ഒരു 40-50 വയസ്സിന് മുകളിലുള്ളവരാണ് ഏറ്റവും കൂടുതൽ. അത് ഏത് വിഭാഗത്തിന്റെ ആയാലും നമ്മളിപ്പോ ഒരു പെരുങ്കളിയാട്ടം നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ ഏത് വിഭാഗത്തിൻ്റെതായാലും ഒരു 50 വയസ്സിന് മുകളിലുള്ള ശാരീരികമായി ആവശ്യത അനുഭവിക്കുന്ന ഒരു വലിയൊരു വിഭാഗമാണ് ഈ രംഗത്തുള്ളത്, നിർബന്ധിതരാകുന്നത്. അവർക്ക് അവരുടെ ശാരീരിക അസ്വസ്ഥതകൾ മാറ്റിവെക്കാനുള്ള ഒരു ഡോക്ടറെ കാണാനില്ല അല്ലെങ്കിൽ മറ്റ് തരത്തിലുള്ള കാര്യങ്ങൾ സാമ്പത്തികമായി ഒരു നിവൃത്തിയും ഇല്ലാത്തൊരു വിഭാഗമാണ്. അവരെ സഹായിക്കേണ്ടത് എന്നത് നമ്മുടെ വിശ്വാസത്തിന് അപ്പുറമുള്ള ഒരു കാര്യമാണത്. പക്ഷെ ഇപ്പോഴങ്ങനെ ആരും നോക്കി നിൽക്കാറില്ല. ഏത് സമുദായത്തിന്റെ ആയാലും തന്നെ അങ്ങനെ ആവശ്യത അനുഭവിക്കുന്ന ക്ഷേത്ര സൈനികന്മാരെ തീർച്ചയായിട്ടും സഹായിച്ച് പിന്നെ കൊണ്ടേയിരിക്കുന്നുണ്ട് ഇപ്പൊ അടുത്ത കാലത്തായിട്ട്. കാരണം ഒരു ബോധവൽക്കരണം പിന്നെ ഞങ്ങളൊക്കെ കൂടി നടത്തിയതിന്റെ പേരിൽ അതുകൊണ്ട് തയ്ച്ചു ഞാൻ ഈ സംഘടന രൂപീകരിച്ചുകൊണ്ട് ഇന്നിപ്പോ പിന്നെ ഈ പിന്നെ തീയ സമുദായത്തിലെ ക്ഷേത്ര സ്ഥാനികന്മാർക്ക് മാത്രമല്ല ഇതിന്റെ ചുവട് പിടിച്ചുകൊണ്ട് മറ്റു സമുദായ ക്ഷേത്ര പിന്നെ പിന്നെ ഞങ്ങളോടൊപ്പം അണിചേർന്നുകൊണ്ട് വലിയൊരു സംഘടന ശക്തിയായി പ്രാപിച്ചു. അതുകൊണ്ട് തന്നെ സർക്കാരിൽ നിന്ന് ഒരു മാസ വേതനം എന്നുള്ള നിലയിൽ നേടിയെടുക്കാൻ വേണ്ടി സാധിച്ചു. അതൊരു വലിയ വിജയമാണ്. അതെ അതെ. പക്ഷെ പരിമിതമായിട്ടുള്ള സംഖ്യയാണ് പോലും മാസത്തിൽ ഒരു 800 രൂപ വീതം ഇപ്പം കൊടുക്കുന്നുണ്ട്. ഞാൻ ഈ പറയുന്നത് നമ്മളിപ്പോ ഒരു ആചാരക്കാരനുമായി സംസാരിച്ചതെന്ന് എനിക്ക് മനസ്സിലായി. കാരണം അവർക്ക് ശാരീരിക ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട്. ഇവർക്ക് പ്രായത്തിന്റെ ബുദ്ധിമുട്ടിനപ്പുറം ഇപ്പം പൂരം കളിയാട്ടം ഈ സമയങ്ങളിൽ അവർക്ക് ആഹാരത്തിന് ചില നിയന്ത്രണങ്ങളുണ്ട്. ആ സമയത്ത് അത് തുടർച്ചയായ ദിവസങ്ങളിൽ 50 വയസ്സിന് മുകളിലുള്ള ഒരാളുകൾക്ക് ഇത്തരത്തിലുള്ള ആഹാരത്തിന് നിയന്ത്രണം അവർക്കുണ്ടാകുന്ന ശാരീരിക ക്ഷീണവും ബുദ്ധിമുട്ടുകളും പിന്നീട് ഉണ്ടാക്കുന്ന രോഗങ്ങളും ഇതൊക്കെ ഒരു യാഥാർത്ഥ്യങ്ങളാണ്. നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ അവരനുഭവിക്കുന്ന കുറെ ബുദ്ധിമുട്ടുള്ള സംഭവങ്ങളാണ്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി ചർച്ച ചെയ്യാൻ നമ്മുടെ ഈ സംഘടനകൾ, ക്ഷേത്രങ്ങള്, തറവാടുകള് സന്നദ്ധരായി മുന്നോട്ട് വരണം എന്നുള്ളത് കൂടി ഒരു അതൊക്കെ ഇപ്പൊ ഈ ഇത്തരം കാര്യങ്ങളൊക്കെ ഇപ്പൊ കുറച്ചു കാലം മുമ്പ് തന്നെ ശ്രദ്ധ പിന്നെ ആഹാര കാര്യത്തിലൊക്കെ ഈ മാംസാദികൾ പാടില്ല, പിന്നെ കഠിന വ്രതം വേണം, പിന്നെ ഉത്സവം കുറിച്ച് കഴിഞ്ഞാൽ കൊലകുത്തി കഴിഞ്ഞാൽ ഈ ഉത്സവം അവസാനിക്കുന്നവരെ കഠിനമായിട്ടുള്ള വ്രതമാണ്. എല്ലാ കാര്യങ്ങളിലും വ്രതം വേണം. അപ്പൊ അങ്ങനെ വരുമ്പോ പിന്നെ ഈ ആഹാരങ്ങളിലൊക്കെ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ നിയന്ത്രിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഇവർക്ക് ഉണ്ടാകുന്ന ശാരീരിക ബുദ്ധിമുട്ടുകൾ നമ്മള് കണക്കിലെടുക്കും. ക്ഷേത്രങ്ങളിലായാലും ഇപ്പോഴ് പിന്നെ അങ്ങനെയുള്ള പിന്നെ കാലഘട്ടങ്ങൾ ഉത്സവ കാലഘട്ടങ്ങളിൽ അത്തരം ആഹാര സാധനങ്ങൾ ഉണ്ടാക്കി പിന്നെ അതാ ക്ഷേത്ര കമ്മിറ്റിക്കാർക്ക് കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ മറ്റൊരു വിഷയം ഇപ്പം പാലക്കുന്ന് ഭഗവതി ക്ഷേത്രത്തിന്റെ ഈ കഴിവുമായി ബന്ധപ്പെട്ട് അതിന് അഭേദ്യമായി ബന്ധമുള്ള ഒരു സ്ഥലമാണല്ലോ ഭണ്ണാര വീട്. അത് ആ ഒരു ബന്ധത്തിന്റെ ആക്കും അതിന്റെ ആക്കം എങ്ങനെയാണ് വർദ്ധിക്കുന്നത്? ഭണ്ണാര വീട് എന്ന് വെച്ചാല് നമ്മുടെ ഈ പിന്നെ യഥാർത്ഥ വീട് ആൾ താമസമുള്ള വീട്, ആൾ താമസിക്കേണ്ടത് മറ്റൊരു വശത്തുണ്ട്. എങ്കിൽ പറയുമ്പോൾ അത് മൂലസ്ഥാനാണ്. കാരണം വെച്ചാൽ ദേവി ആദ്യമായി പിന്നെ ഈ ദേവിയുടെ ഈ പ്രായമാണ് നേരത്തെ ഞാൻ വയനാട്ട് പോലെ പറഞ്ഞ പോലെ തന്നെ ശ്രീകുറുമ്പെ പിന്നെ കൊടുങ്ങല്ലൂരിന്ന് പിന്നെ വന്ന് പിന്നെ കടലിൽ കൂടി സഞ്ചരിച്ച് പിന്നെ അങ്ങനെ പിന്നെ ഓരോ സ്ഥലത്തും സ്ഥാനം പിന്നെ നേടിയെടുത്തു എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോ ആദ്യമായിട്ട് തൃക്കണ്ണാടപ്പന്റെ ക്ഷേത്രത്തിന്റെ ഒരു എത്രയോ നൂറ്റാണ്ടുകൾക്കപ്പുറം എന്നുവെച്ചാൽ പഴയ കാലത്തല്ലേ പാണ്ഡ്യ ചോള രാജവംശക്കാരുടെ ഭരണകാലത്ത് അവരുടെ പിന്നെ ഒരു ആക്രമണ ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്നു. പാണ്ഡ്യ രാജാവിന്റെ സൈന്യങ്ങളൊക്കെ വന്നിട്ട് ആക്രമിച്ചു. ആ സമയത്ത് അന്ന് അതിന് ഈ പാലക്കുന്ന് ഇവിടെ സാന്നിധ്യം കൊള്ളുന്നതിന് മുമ്പേ കാസർഗോഡ് തളങ്കര പാലക്കുന്ന് എന്ന് പറയുന്ന ഈ ആദ്യ സ്ഥലം, അവിടുന്ന് ഈ ദേവിയുടെ ഒരു പിന്നെ പ്രതിപുരുഷൻ ദർശനപ്പെട്ട് നിയോഗം കൊണ്ട് വന്നു. എന്നിട്ട് ഈ പാണ്ഡ്യന്റെ അക്രമത്തെ ആ പിന്നെ ശ്രീകുറുമ്പയുടെ പ്രതിപുരുഷൻ
ശ്രീകുറുമ്പ തന്നെ പ്രത്യക്ഷപ്പെട്ടു, അദ്ദേഹത്തിൽ കൂടി പ്രത്യക്ഷപ്പെട്ടിട്ട് ഈ പാണ്ഡ്യനെ ചെറുത്തു തോൽപ്പിച്ചു എന്നും പിന്നെ പാണ്ഡ്യന്റെ കപ്പലുകൾക്ക് പിന്നെ അഗ്നിക്ക് പിന്നെ ഉരുകി താണു എന്നൊക്കെ ഒരു ചരിത്രമുണ്ട്. സംഭവിച്ച കഥയാണ്. അന്ന് മുതലാണ് ഈ ദേവിയുടെ ഈ പ്രതിപുരുഷൻ ഇവിടെ പിന്നെ ഇത് താമസിക്കാൻ തുടങ്ങി. കാരണം വെച്ചാൽ തൃക്കണ്ണാടപ്പന്റെ അന്നത്തെ, ഞാൻ നേരത്തെ കണ്ടനാക്കാളന്റെ കാര്യം പറഞ്ഞ പോലെ അന്നത്തെ ഈ കലശകർമ്മം നിർവഹിക്കുന്ന ഒരു തീയ പിന്നെ കാരണവരുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ വീട്ടിൽ താമസിച്ച് വന്നു. പിന്നീട് അദ്ദേഹത്തിന്റെ തറവാട്ടിലേക്ക് തന്നെ പോയി താമസിച്ചു എന്ന് പറയുന്ന ആ തറവാട് വീടാണ് ഈ വെണ്ണാര വീട് എന്ന് പറയുന്നത്. അതെ, അന്ന് മുതലാണ് ശ്രീകുറുമ്പക്ക് ഇവിടെ സ്ഥാനം കൊടുത്തിട്ട് പിന്നെ ആരാധിക്കാൻ വേണ്ടി തുടങ്ങിയത്. പിന്നീട് പിൽക്കാലത്ത് ക്ഷേത്രത്തിന്റെ പിന്നെ ഉത്സവാദി കാര്യങ്ങളൊക്കെ നടത്തുന്നതിന് വേണ്ടിയിട്ട് ഇന്ന് കാണുന്ന ഈ ക്ഷേത്രത്തിന്റെ പിന്നെ അതേ സ്ഥലത്ത് പഴയ കാലത്തില് ഇന്നത്തെ ആധുനിക ഇതൊന്നും അന്നില്ലല്ലോ. അന്ന് സാധാരണഗതിയിൽ പിന്നെ പുല്ലിട്ട് വീട് പോലെ തന്നെ തറവാട് വീട് തന്നെ പുൽപ്പുരയായിരുന്നു. പിന്നീട് അത് മാറി മാറി വന്നപ്പോ ആധുനിക രീതിയിലേക്ക് തൃക്കണ്ണാടം ആദ്യകാലത്ത് പിന്നെ പുല്ലിൻ്റെതായിരുന്നു ക്ഷേത്രം, തൃക്കണ്ണാട ക്ഷേത്രം തന്നെ. എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ്. ചരിത്രം പറയുമ്പോൾ പരശുരാമ പിന്നെ കാലഘട്ടത്തിലാണല്ലോ കേരളം സൃഷ്ടിച്ചതന്നെ പരശുരാമനാണല്ലോ. അന്ന് മുതൽ പിന്നെ ഈ 108 പിന്നെ ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണ് തൃക്കണ്ണാട് ഇത്രയും പ്രാധാന്യം ക്ഷേത്രം എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അപ്പോ പിന്നീട് അത് മാറി മാറി വന്നു. ഓരോ രാജാക്കന്മാർ വരുമ്പോൾ അവരുടെ അധീനതയിൽ വന്നു. ആ ഭൂസ്വത്തുക്കളൊക്കെ അങ്ങനെ വന്നു. അവരുടെ കീഴില് പിന്നെ കീഴാളന്മാരായിട്ട് നായർ സമുദായത്തിലെ പ്രമാണിമാരെ അതിന്റെ മേൽനോട്ടം വഹിക്കുന്നതിന് നിയോഗിച്ച് ഭാരംപാട്ടൊക്കെ പിരിപ്പിക്കുന്നതിന്. അങ്ങനെയാണ് ക്ഷേത്രങ്ങളുടെ ചരിത്രം. തീർച്ചയായിട്ടും. നമ്മളിപ്പോ പാലക്കുന്ന് ഭഗവതി ക്ഷേത്രത്തിലേക്ക് വരികയാണെങ്കിൽ അതിൽ പ്രധാനപ്പെട്ട ഉത്സവം, ഇപ്പം ഭരണി മഹോത്സവം എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്സവമാണ്. അതോടൊപ്പം മറ്റു ഉത്സവ പൂരം പിന്നെ ഏതൊക്കെയാണ്? അത് പിന്നെ അതിന്റെ പിന്നെ തുടക്കം എന്ന് പറയുമ്പോ നിത്യം പിന്നെ ഇത് പൂജ സമ്പ്രദായം ആദ്യം ഇല്ല. ആഴ്ചയില് സംക്രമം, ചൊവ്വ, വെള്ളി ഈ 3 പിന്നെ തവണകളിൽ പിന്നെ വെണ്ണാരവീട്ടില് ആരാധനയുള്ളൂ. മനസ്സിലായില്ലേ? അപ്പോ അത് കഴിഞ്ഞ് പിന്നെ ചിങ്ങമാസത്തിൽ ഒരു മാസം കെടാദീപം, ദീപം എന്ന് പറയും, നിത്യദീപം വെണ്ണാരവീട്ടില്. നിത്യം പൂജ, നിത്യം ഇത് വരും വെണ്ണാരവീട്ടില്. ക്ഷേത്രത്തില് ചിങ്ങമാസം കഴിഞ്ഞാൽ പിന്നെ തുലാമാസത്തില് 10ാം ഉദയം ആദ്യത്തെ ഉത്സവം എന്ന് പറയുന്നതാണ്. തുലാവും 9ാം തീയതി രാത്രി ഇവിടുന്ന് എഴുന്നേൽത്ത് പോയിട്ട് 9 രാത്രി 10ാം തീയതി പകലും പിന്നെ ആയിട്ട് 10ാമത് ദിവസം പിന്നെ 1ാമത്തെ ഉത്സവം. അത് കഴിഞ്ഞാൽ ധനുമാസത്തില് പിന്നെ മറുപത്തിരി, അതിപ്പോ മിനിയാന്ന് കഴിഞ്ഞു. പിന്നീട് വരുന്നത് പിന്നെ തൃക്കണ്ണാട് ആറാട്ടിനോടനുബന്ധിച്ചിട്ടാണ് ഇവിടുത്തെ ഭരണി. കാരണം വെച്ചാല് തൃക്കണ്ണാടപ്പന്റെ പിന്നെ ആജ്ഞയോട് കൂടിയിട്ടാണ് പാലക്കുന്നില് ശ്രീകുരമ്പ നാലൊരു സാധനം കിട്ടുന്നത്, കൊടുക്കുന്നത്. അപ്പൊ അന്ന് തന്നെ ഇവര് തമ്മിലൊരു ഉടമ്പടി ഉണ്ട്. എന്റെ ശത്രുവിനെ പിന്നെ തുരത്തി പരാജയപ്പെടുത്തിയ പിന്നെ ശക്തി ആയതുകൊണ്ട് പിന്നെ ശ്രീകുരമ്പ വെച്ചാല് പിന്നെ ഈശ്വരന്റെ മകളെന്ന സങ്കല്പം. അപ്പോ എന്റെ വലതുഭാഗത്തന്നെ ഇന്ന് നീ വേണം എന്ന് പറഞ്ഞിട്ട് അവിടെ സ്ഥാനം കൊടുത്തു. എന്റെ ഉത്സവം ആറാട്ട് കഴിഞ്ഞാൽ അതിന്റെ ബാക്കി എല്ലാ കാര്യങ്ങളും ഇപ്പൊ ചില പന്തല്, പിന്നെ കൊടി, കമ്പ, കയറ്, ഇതൊക്കെ പിന്നെ വാദ്യങ്ങൾ, ഇതൊക്കെ മകൾക്ക് സമ്മതിച്ചു കൊടുത്തതിന്റെ ആ ഒരു പ്രതീതി നിൽക്കാൻ അവിടെ കൊടിയേറി അന്ന് തന്നെ പിന്നെ കൊടിയിറങ്ങിയ എന്ന് തന്നെ ഇവിടുത്തെ പിന്നെ നാലവരുടെ ദൈവ നർത്തകന്മാരവിടെ ദന്തപ്പിടിക്കൽ കാവലിരിക്കും ഉത്സവം കഴിയുന്നത് വരെ. കാരണം ഉത്സവം പരിസമാപ്തി ഭംഗിയായിട്ട് നടത്തുന്നതിന് വേണ്ടി. അത് കഴിഞ്ഞിട്ട് ഈ പിന്നെ പന്തലിന്റെ പ്രതീകാത്മകമായിട്ടുള്ള പന്തലും പിന്നെ കമ്പ, കൊടി ഇതൊക്കെ തിരിച്ച് പിന്നെ വാങ്ങിക്കൊണ്ടുവന്നിട്ട് പിറ്റേ ദിവസം പിന്നെ രാത്രി ഇവിടെ കൊടി കയറുന്നു. വളരെ സവിശേഷമായ ഒരു ചടങ്ങ്. അതാണ് ഭരണി ഉത്സവം എന്ന് പറഞ്ഞത്. അപ്പൊ ഭരണി ഉത്സവത്തിന്റെ ആദ്യം കൊടിയേറ്റ ഉത്സവം 5 ഉത്സവമാണ്, 5 ദിവസം. പിന്നെ ഭൂതബലി 2ാം ദിവസം, 3ാം ദിവസം പിന്നെ താലപ്പൊലി, 4ാം ദിവസം ആയിരത്തിരി, ഭരണി. ഏറ്റവും പ്രാധാന്യമുള്ള ചടങ്ങാണ് ഭരണി ഉത്സവമാണ്. അതാണ് ധാരാളം കാഴ്ചകൾ, വെടിക്കെട്ടുകൾ. ഈ കാഴ്ചകളും ഇതൊക്കെ പ്രാദേശികമായ വൻ സാമ്പത്തിക ബാധ്യത എന്ന് പറയുന്നില്ല, സാമ്പത്തിക ചെലവുള്ള ഒരു പിന്നെ വരച്ചാൽ ഓരോ പ്രദേശത്തു നിന്നും ഇപ്പോ 6, 7, 8 വരെ കാഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് ഒരേ പിന്നെ എന്റെ ഓർമ്മയില്. അപ്പൊ ഇപ്പം 4 കുറയാതെ 5 കുറയാതെ കാഴ്ചകൾ എല്ലാ വർഷവും നടക്കുന്നുണ്ട്. അപ്പൊ ഓരോ കാഴ്ചക്കാർ ചുരുങ്ങിയ ഒരു പിന്നെ 4-5 ലക്ഷം റുപ്യ ഇല്ലാതെ ഇന്ന് ഒരു കാഴ്ച ഒരു സാമാന്യന് ഭംഗിയുള്ള ഒരു കാഴ്ച പിന്നെ സമർപ്പിക്കാൻ സാധ്യമല്ല. 1.5 ലക്ഷം റുപ്യ വെടിക്കെട്ടിന് തന്നെ വേണം. പിന്നെ അതിന്റെ പ്രഭാവലികള്, മറ്റു കായിക
പിന്നെ പ്രകടനങ്ങള് മറ്റേ പ്രകടനങ്ങൾ ഇതൊക്കെ ആകുമ്പോൾ ഒരുപാട് ചെലവ് വരുന്നതാണ്. അപ്പൊ ഈ കാലം ഇപ്പൊ ഒരു 5 കാഴ്ചക്കാണെങ്കിൽ 5 ലക്ഷം 25 ലക്ഷം 5 7, 8, 10 ലക്ഷം വരെ ചെലവാകുന്നവര്. പിന്നെ സമർപ്പണം ഉണ്ടാവുന്നുണ്ടല്ലോ, വസ്തുക്കൾ സ്വർണ്ണങ്ങള്, മറ്റു വെള്ളി ആഭരണങ്ങൾ, പിന്നെ മറ്റുള്ള ക്ഷേത്രത്തേക്ക് ഉപയോഗിക്കാൻ പറ്റാവുന്ന പാത്രങ്ങൾ, എന്താ വസ്തുക്കൾ, എന്തായിട്ട് മുതൽക്കൊട്ടായിട്ടുള്ള വസ്തുക്കൾ പിന്നെ സമർപ്പിക്കുകയും ചെയ്യും. വലിയൊരു ഒരു പിന്നെ സാമ്പത്തിക ചെലവ് വരുന്നതാണത്. ബാധ്യത ഇതെല്ലാം കഴിഞ്ഞാൽ തന്നെ കാഴ്ചക്കാർക്ക് പിന്നീട് 1, 2, 3 ലക്ഷം രൂപ മെച്ചമുണ്ടാവും. ബാധ്യത എന്ന വാക്ക് നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. ഇല്ല എങ്കിലും ബാധ്യതയല്ല, തീർച്ചയായിട്ടും ചെലവ് കഴിഞ്ഞാൽ അത് ബാലൻസ്, അതായത് ബാക്കിയാണ് ഉണ്ടാകുന്നത്. ഈ സാമ്പത്തിക ഇതൊക്കെ ഈ പ്രാദേശിക കമ്മിറ്റികൾ പിന്നെ ഫണ്ട് ഉണ്ടാക്കിയിട്ട് കുറി വെച്ചിട്ടും പിന്നെ പലിശക്ക് പിന്നെ കൊടുത്തിട്ടും പിന്നെ വിദേശത്തുള്ള പിന്നെ അതാത് പ്രദേശത്തുള്ള ആളുകൾ അവരും സാമ്പത്തിക സഹായിക്കും. അത് ജാതിയൊന്നും നോക്കിയിട്ടല്ല. കാരണം തീരല്ലാത്തവര്, ഗൾഫിലുള്ളവർ, ആ മേഖലയിൽ ആ പ്രദേശത്ത് താമസിക്കുന്നവർ ആരായാലും ഭരണി എന്ന് പറയുന്നത് ചോദിക്കാതെ തന്നെ അവര് സംഭാവന അർപ്പിക്കും. അതുപോലെ തന്നെയാണ് ഈ വയനാട്ടിലും ദൈവകെട്ടിനും തീയ സമുദായം മാത്രമല്ല, അതെ, പിന്നെ വിദേശത്തുള്ള പിന്നെ ഈ പ്രദേശത്തിലെ നാട്ടുകാർ ആരായാലും മുസ്ലിം പോലും ഈ വയനാട്ടിൽ പോലും ഇത്തരം പിന്നെ സംരംഭങ്ങൾക്ക് അതിന്റെ പ്രാധാന്യം അവർക്ക് ബോധ്യമുള്ള വിശ്വാസമുള്ളതുകൊണ്ട് സാമ്പത്തികമായി സഹായം ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ വയനാട്ടുകളും ദൈവകെട്ടൊക്കെ ഇത്ര വിപുലമായിട്ട് ഇത്രയും ചെലവാക്കാനുള്ള ഒരു കാരണം അതാണ്. ഇപ്പം പറഞ്ഞില്ല, ഇപ്പം 1000 തിരി മഹോത്സവം വെടിക്കെട്ടോട് കൂടി അതോടൊപ്പം പിന്നെ ഏറ്റവും ഒടുവിൽ ഈ ഉത്സവത്തിന്റെ പരിസമാപ്തി എന്നത് കളമായിക്കൽ. കളമായിക്കൽ അതിന്റെ ഇടയിൽ വരുന്നതാണ്. ഈ കാഴ്ച സമ്പത്തിന് ശേഷം അകത്ത് പിന്നെ ശിവേലി ഉത്സവമുണ്ട്. ശിവേലി കഴിഞ്ഞിട്ട് പിന്നെ ഈ കളമായിക്കലുണ്ട്. കളമായിക്കൽ എന്ന് പറഞ്ഞാൽ ദാരിക അസുരനെ ദേവി പിന്നെ നിഗ്രഹിച്ചു എന്നുള്ളൊരു പിന്നെ ചരിത്രമുണ്ട്. അതിനെ അനുസ്മരിപ്പിക്കുന്നതാണ് ഈ കളമായിക്കൽ ചടങ്ങ്. നർത്തകന്മാര് ഈ കളക്ക് മറിച്ച് വളരെ അതൊരു 4-4:30 മണി 5 മണിയാവും ഏതാണ്ട് പുലർച്ചെ ഈ കാഴ്ചകൾ നമ്മൾ ചില. പക്ഷേ നമ്മളിപ്പം ഏറ്റവും സവിശേഷമായ ദേവിയുടെ ഏറ്റവും സവിശേഷമായ ഒരു ചടങ്ങാണത്. അത് ആ സമയത്തും ആളുകള് ധാരാളം അത് കാണാനായിട്ട് ധാരാളം ആൾക്കാർക്കും അതിന് മാത്രം കാത്തു നിൽക്കുന്ന ആളുണ്ടാവും. അതെല്ലാം വളരെയേറെ പിന്നെ ആസ്വദിക്കേണ്ട ഒരു ചടങ്ങാണ്. എന്ന് മാത്രമല്ല, ഈ കളം വായിച്ചു കഴിഞ്ഞാൽ അതിന്റെ പൊടിയുണ്ടല്ലോ, ഈ പഞ്ചവർണ്ണ പൊടികളാണ് വെച്ചാല് അരിപ്പൊടി, മഞ്ഞപ്പൊടി, കുങ്കുമം, കരിപ്പൊടി, പച്ചപ്പൊടി, 5 വർണ്ണങ്ങൾ കൊണ്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അതിന്റെ ഈ പച്ചപ്പൊടി അല്ലല്ല, അരി പിന്നെ കരി, ഉമിക്കരി, മറ്റേ പച്ചപ്പൊടി, കുങ്കുമം. ഈ പച്ചപ്പൊടി എന്ന് പറഞ്ഞത് പച്ച ഒരു പിന്നെ സസ്യത്തിൽ നിന്ന് ഉണ്ടാക്കുന്ന വാഗമരം എന്നൊരു മരമുണ്ട്. പിന്നെ മറ്റൊരു ചെടിയുണ്ട് പിന്നെ കുർമാണ് എന്ന് പറഞ്ഞ ചെടി. അത് വലിയ വരുന്ന ചെടിയാണ്. അതിന്റെ ഇലകള് പിന്നെ കൊണ്ടുവന്നിട്ട് വാട്ടിയിട്ട് വെയിലത്ത് വാട്ടിയിട്ട് നല്ല പൊടിക്കേണ്ട ഭാഗത്തിൽ അത് ഇത് വരും പപ്പടം പോലെ അതിനെ പൊടിച്ചുണ്ടാക്കി പാരമ്പര്യമായിട്ട് പണ്ട് മുതലുള്ള വിശ്വാസത്തിൽ അധിഷ്ഠിതമായിട്ട് തന്നെ ചെയ്യുന്നത്. അങ്ങനെ തന്നെ ചെയ്യുന്നത്. പച്ചപ്പൊടി ആയിട്ട് തന്നെ. അതിപ്പോ മടിയൻ കുരുത്തുണ്ടല്ലോ ഈ പിന്നെ പാട്ടുത്സവത്തിന് ഈ തെയ്യമ്പാടികള് ഈ നാഗക്കളം വരച്ചിട്ട് പിന്നെ പാട്ട് പിന്നെ അതാണ് പാട്ടുത്സവം. അതേ രീതിയിൽ തന്നെയാണ് ഇത് നമ്മൾ ചെയ്യുന്നത്. ഇത് ചെയ്യുന്ന നമ്മളെ ആചാര സ്ഥാനികനുണ്ട്, കളക്കാരൻ എന്ന് പറയുന്ന ഒരാളുണ്ട്. അദ്ദേഹം ഇതിന്റെ വളരെ ഏറെ കലാഭംഗിയോടുകൂടി ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ? നല്ല ഭാഷ വളരെ ഏറെ പണിപ്പെട്ട് ചെയ്യേണ്ടതാണ്. ഒരു 4-5 അദ്ദേഹത്തിന്റെ കൂടെ ഒരു 4 പിന്നെ ബാല്യക്കാരടക്കം മണിക്കൂറുകളോളം ചെയ്ത് പിന്നെ എന്നിട്ട് അത് പൂർത്തീകരിക്കുന്നത് വളരെ രസകരമായിട്ടില്ല കാണാൻ. നമ്മൾ ആ കളറും ഇപ്പം പറയും അതിന്റെ പ്രാധാന്യം അത് ഉണ്ടാക്കുന്ന രീതി നമുക്കത് മനസ്സിലാകുന്നത്. കാരണം നമ്മളത് ഇപ്പം ഓരോ കളറ് കാണുന്നു എന്നല്ലാതെ അത് ഏത് ഇപ്പം വെള്ളയും മഞ്ഞയൊക്കെ മഞ്ഞപ്പൊടിയാണെന്ന് പറഞ്ഞാൽ പച്ചപ്പൊടി എന്നത് വളരെ സവിശേഷമായ പ്രാധാന്യമായിട്ടുള്ളത് ആ വിശ്വാസത്തിൽ അധിഷ്ഠിതമായിട്ട് അത് ചെയ്യുന്നുണ്ട്. ഇന്നും അത് കാത്തു സൂക്ഷിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് കൗതുകം തോന്നും. നമുക്കത് കൗതുകം തോന്നുന്ന ഒരു കാര്യമായിട്ടാണ്. ഇത് ഈ കളം വായിച്ചു കഴിഞ്ഞാല് ഈ വിശ്വാസികൾ ഉണ്ടാവുമല്ലോ, ഇതിൽ നിന്ന് ഇത് ഈ പ്രസാദം വാരിയെടുക്കാൻ വേണ്ടി കാത്തു നിൽക്കും, ഇങ്ങനെ വെമ്പൽ കൊള്ളി തീരാൻ വേണ്ടിട്ട്. ഉടനെ ഓടി വന്നിട്ട് പിന്നെ കുറച്ചാലിന് വാരിയിട്ട് പിന്നെ സൂക്ഷിച്ചിട്ട് വീട്ടിൽ കൊണ്ടുപോകും. അത് വളരെയേറെ ഒരു പ്രാധാന്യം അറിയിക്കുന്ന ഒരു വസ്തു അല്ലെങ്കിൽ ഒരു പ്രസാദം എന്നുള്ള നിലയിൽ ദിവ്യത്വത്തോട് വീടുകളിൽ നമ്മൾ സൂക്ഷിക്കും. അതായത് നമ്മളിപ്പോ ഇപ്പം ഇത്രയും പറഞ്ഞ പാലക്കുന്ന് ഘടകത്തിലെ ഇപ്പം ഉത്സവാദി കാര്യങ്ങൾ നമ്മളൊക്കെ ചർച്ച ചെയ്തു. പിന്നെ പൂരമുണ്ട്. വനോത്സവം കഴിഞ്ഞിട്ടാണ് പൂരം. കാർത്തിക മുതൽ പിന്നെ പൂരംകുളി, ഉത്രവിളക്ക്, പൂരക്കളി, മർത്തകളി വല്ലപ്പോഴും 4-5 കൊല്ലം കൂടുമ്പോ പൂരക്കളി, അനുഷ്ഠാന കളി, പൂരമാല, ഇതൊക്കെ പിന്നെ നമ്മൾ സ്ഥിരം പണിക്കർ
അദ്ദേഹത്തിന്റെ ശിക്ഷകണങ്ങൾ കൂടി പിന്നെ കളിച്ച് പൂർത്തിയാക്കുന്നതാണ്. ഒരു പൂരക്കളി ടീം തന്നെ ഉണ്ട് ക്ഷേത്രത്തിൽ. അതോടൊപ്പം തന്നെ മറ്റ് സാമൂഹ്യ പ്രവർത്തനങ്ങൾ ക്ഷേത്രത്തിന് ഏതൊക്കെയാണുള്ളത്? സാമൂഹ്യ പ്രവർത്തനം ഇപ്പോഴ് ക്ഷേത്രത്തിന്റെ പിന്നെ ആഭിമുഖ്യത്തിൽ തന്നെ വിദ്യാഭ്യാസ സമിതിക്ക് രൂപം കൊടുത്തിരുന്നു. അത് കാരണം നേരത്തെ ശ്രീനാരായണ ഗുരുദേവന്റെ പിന്നെ ഇത് സന്ദേശം സമുദായത്തിൽ താഴേക്കടയിൽ സാമ്പത്തികമായിട്ട് പിന്നെ ഇത് പിന്നെ വിഷമം അനുഭവിക്കുന്ന പിന്നെ രക്ഷിതാക്കളെ കുട്ടികളെ ചുരുങ്ങിയ SSLC വരെ കഷ്ടിച്ച് പിന്നെ വിദ്യാഭ്യാസം നേടിക്കൊടുക്കും, ചെയ്തു കൊടുക്കും. അതിനപ്പുറം പല രക്ഷിതാക്കന്മാർക്കും ചിന്തിക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. അങ്ങനെ 1968 വിദ്യാഭ്യാസ സമിതിക്ക് രൂപം കൊടുത്തത്. അതുമുതൽ പിന്നെ ധനസംഭരണമൊക്കെ നടത്തിയിട്ട് പിന്നെ ഇതുപോലെ ഈ പിന്നെ SSLCക്ക് ശേഷം കോളേജിൽ പോകാൻ പിന്നെ സാമ്പത്തികമായിട്ട് വിഷമം അനുഭവിക്കുന്ന കുട്ടികൾ തിരഞ്ഞു പിടിച്ചിട്ട് അവർ സാമ്പത്തിക സഹായം ചെയ്തിട്ട് എത്രയോ പിന്നെ ഉന്നത ഇപ്പോഴും തുടരുന്നുണ്ട്. അതിന്റെ പുറമെ ഇപ്പോ പിന്നെ പുതിയ പിന്നെ ഒരു സംരംഭമാണല്ലോ ഈ നഴ്സറി വിദ്യാഭ്യാസം. അത് തുടങ്ങി. നഴ്സറി തുടങ്ങി ഇപ്പോ CBSE അംഗീകാരത്തോടുകൂടിയുള്ള കോളേജ്, ഇംഗ്ലീഷ് മീഡിയം സ്കൂള്, പിന്നെ സമാന്തര വിദ്യാഭ്യാസ മേഖലയിലും ഉയർന്നു വരുന്നുണ്ട്. പാലക്കുന്ന് അംബിക എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. അത് പിന്നെ പ്രത്യേക പിന്നെ കമ്മിറ്റി പ്രത്യേകം ഉണ്ട്. കാരണം ചില പ്രവർത്തന സൗകര്യത്തിന് വേണ്ടിയിട്ട് വിദ്യാഭ്യാസ സമിതി പ്രത്യേക സമിതിയാണ്, സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കും. നല്ല കാലഘട്ടം പ്രത്യേക കാണുന്ന കെട്ടിടങ്ങളൊക്കെ പിന്നെ പൊതുജനങ്ങളുടെ സഹായം കൊണ്ട് പിന്നെ ഉണ്ടാക്കിയതാണ്. ഇപ്പൊ ചുരുങ്ങിയ എത്രയോ കോടിക്കണക്കിന് പിന്നെ ആസ്തി ഉള്ളൊരു ഇതാണ്. ഒന്ന് മാത്രമല്ല, ഈ അംബിക പാരലൽ കോളേജിലെ അംബിക നഴ്സറി സ്കൂൾ എന്ന് പറയുമ്പോൾ പൊതുവെ എല്ലാ ആളുകൾക്കും വലിയൊരു വിശ്വാസമാണ്. ചിലപ്പോൾ അത്രയും പിന്നെ എല്ലാ പവിത്ര ആ സ്ഥാപനത്തിന് ഉണ്ട് എന്നൊരു വിശ്വാസം നമ്മുടെ ഹിന്ദുക്കളല്ലാത്ത ഇതര മതസ്ഥര് പോലും മുസ്ലിം കുട്ടികൾ പോലും അവിടെ പഠിക്കുന്നുണ്ട്. അവിടുത്തെ മദർ PTA പ്രസിഡന്റ് പോലും ഒരു മുസ്ലിം പിന്നെ ആയിരുന്നിട്ടുണ്ട്. അപ്പൊ അത്രയും വിശ്വാസം, അതും അത്രയും പരസ്പര സഹകരണത്തോടെ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം കൂടിയായിട്ട് ഇവരൊരു പേരുദോഷമൊന്നും വരാതെ രീതിയിൽ ഇവരെ പ്രവർത്തിച്ചു പോകുന്നുണ്ട്. അതെ, നമ്മൾ മറ്റൊരു ഇപ്പം നമ്മൾ ഈ കടൽ കോടതികൾ എന്നൊക്കെ കേട്ടിട്ടുണ്ട് ചില വിഭാഗത്തിൽ. അതുപോലെ പാലക്കുന്ന് ഭഗവതി ക്ഷേത്രത്തിൽ ഇത്തരത്തിലുള്ള ഒരു വിഷയം, സങ്കീർണമായ വിഷയങ്ങൾ, കുടുംബങ്ങൾ തമ്മിൽ പ്രാദേശികമായ വിഷയങ്ങൾ, സാമൂഹ്യ പ്രശ്നങ്ങൾ, ഇത്തരത്തിലുള്ള വിഷയം, ഇത് കഴകമാണല്ലോ. നേരത്തെ 250ഓളം കുടുംബങ്ങൾ അല്ലെങ്കിൽ തറവാടുകൾ, ക്ഷേത്രങ്ങൾ, ഇതൊക്കെ ഉൾപ്പെടുന്ന ഒരുപാട് വിഷയങ്ങൾ വരും. നമുക്കറിയാം നിലവിലുള്ള നിയമവ്യവസ്ഥയിൽ പോലീസ് സ്റ്റേഷൻ ഉണ്ട്, കോടതിയുണ്ട്, ഒക്കെയുണ്ട്. എന്നാലും നമ്മുടെ കഴകം അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസത്തിന്റെ പേരിൽ ഇത്തരത്തിലുള്ള സങ്കീർണമായ പ്രശ്നങ്ങൾ ഒരു തിരിഞ്ഞു സമയത്ത് കൈകാര്യം ചെയ്യുന്നുണ്ട്. കാരണം വെച്ചാല് കോടതികളിൽ നിന്ന് തന്നെ ഇപ്പൊ വിവാഹമോചനം ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ഇതാണല്ലോ. അത്തരം പിന്നെ ചില കേസുകൾ പിന്നെ ക്ഷേത്രത്തിൽ വെച്ച് വരാറുണ്ട്, അവിടെ തീരാത്ത. അല്ലെങ്കിൽ ചിലപ്പോ അവിടെ തന്നെ ഞങ്ങളെ കഴകത്ത് പിന്നെ എന്ന് വെച്ചിട്ട് ഞങ്ങൾ ചിലപ്പോൾ സത്യം ചെയ്തേക്കാം. അല്ല, ഒരുപാട് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഒരു ഭർത്താവിന് ഒരു ഭാര്യയെ സംബന്ധിച്ച് എന്തെങ്കിലും ചില പിന്നെ അനിഷ്ടം തോന്നിയാൽ, ചിലപ്പോ സംശയങ്ങളായിട്ട് തോന്നിപ്പോയാൽ ചിലപ്പോ ഇവരകന്ന് ചിലപ്പോ കോടതി വരെ എത്തിക്കാണും. അപ്പൊ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഞങ്ങള് പിന്നെ ഭർത്താവ് വേണ്ട, ഞങ്ങൾ ക്ഷേത്രത്തിൽ വെച്ചിട്ട് അവൾ സത്യം ചെയ്താൽ മതി, ഞാൻ അവൾ സ്വീകരിച്ചോളാം. അതിനകത്ത് എത്രയോ പിന്നെ അനുഭവം നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അതൊരു വലിയൊരു വിശ്വാസത്തിന്റെ ഭാഗമില്ല, ജീവിതത്തിലുള്ള ഒരു പ്രായോഗികതയും കൂടിയാണ്. ഇത് മാത്രല്ല, ഞങ്ങൾ വിദ്യാസമുദായത്തിൽ അല്ലാത്ത ഒരു ദമ്പതികളെ ഒരു പ്രശ്നം വന്നു, ഞങ്ങളൊക്കെ കൈകാര്യം ചെയ്യേണ്ടി വന്നു. അദ്ദേഹം ഗൾഫിലാണ്. അദ്ദേഹത്തിന്റെ ഭാര്യയിൽ എന്തോ ഒരു റൂമൊക്കെ തോന്നുന്നു, അദ്ദേഹത്തിന് പോയി അത് തകർക്കാൻ വേണ്ടിയിട്ടാണ്. അതിൽ സത്യമൊന്നും ഉണ്ടായില്ല. ആ കുട്ടി നിരപരാധിയായിട്ടുള്ള ആ കുട്ടി പിന്നെ ക്ഷേത്രത്തിൽ വന്നിട്ട് കണ്ണുനീരൊഴുക്കി പറഞ്ഞു, ഞാനൊരു അപമാനിതനായിട്ടുണ്ട്, എന്റെ ഭർത്താവ് എന്നെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അദ്ദേഹത്തെ നിങ്ങളൊന്ന് പിന്നെ വിളിച്ചിട്ട് എന്റെ നിരപരാധിത്വം തെളിയിക്കണം. ഞങ്ങൾ അദ്ദേഹത്തെ എഴുത്ത് അയച്ചിട്ട് വിളിച്ചു വരുത്തി. ഞങ്ങൾ സമുദായക്കാരല്ല. എന്നിട്ട് പറഞ്ഞു, പിന്നെ അവള് സത്യമാണ് ഇത് പറയുന്നതാണെങ്കിൽ എനിക്ക് പിന്നെ ഞാൻ വിശ്വസിക്കുന്നത്, ഞാൻ അവളെ സ്വീകരിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൈ പിടിച്ചിട്ട് അതേ നടുവിൽ വെച്ച് കൈ പിടിച്ച് പോയ ഭർത്താക്കന്മാരുണ്ടായിട്ടുണ്ട്. അങ്ങനെയൊക്കെ മാത്രമല്ല മറ്റ് വിഷയങ്ങൾ പിന്നെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളായാലും പിന്നെ അതിർത്തി പിന്നെ ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഇവിടുത്തെ വാക്ക് അന്തിമ വാക്കായിട്ട് സ്വീകരിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ എത്രയോ പോലീസ് സ്റ്റേഷനിൽ കോടതി നിന്നൊക്കെ വന്ന് പിന്നെ ധാരാളം പ്രശ്നങ്ങൾ തീർത്തിട്ട് യോജിപ്പിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഇന്നും ആ പിന്നെ രീതിയിൽ തന്നെ തുടർന്ന് പോകുന്നുണ്ട്. ഘടകത്തിന്റെ ആ ഒരു പ്രൗഢി നിലനിൽക്കുന്നത് എല്ലാത്തിന്റെ പരമമായിട്ടുള്ള പിന്നെ വിശ്വാസം പാലക്കുന്ന് അമ്മയുടെ വിശ്വാസമാണ്. വെച്ചാല് മിക്ക ആളുകളും ധാരണ പാലക്കുന്ന് അമ്മലി തൃക്കണ്ണാടപ്പനും പാലക്കുന്ന് തമ്പുരാട്ടി അമ്മ, ഇതാണ് എല്ലാവരുടെ വിശ്വാസം. നമ്മളല്ലാത്ത എല്ലാ സമുദായക്കാരും എല്ലാ ഹിന്ദുക്കളല്ലാത്തവർ പോലും ആ ഒരു വിശ്വാസം അർപ്പിക്കുന്നുണ്ട്. അതാണ് ഇവിടുത്തെ ഉത്സവത്തിന് ഇത്രയധികം ജനങ്ങൾ കൂടാനും
ഇപ്പൊ വേണ്ട പിന്നെ ഇവിടുത്തെ ഈ ഭരണോത്സവത്തിന് ആരാട്ടനൊക്കെ ഈ മിഠായി കച്ചവടം ഉണ്ടല്ലോ, അത് മിഠായി കച്ചവടം എന്ന് പറഞ്ഞാൽ അധികം ഭൂരിഭാഗവും മുസ്ലിം പിന്നെ വീടുകളിലേക്കാണ് പോകുന്നത്. അവരെ പുതിയാപ്പിള വന്നാൽ പുതിയാപ്പിള വീട്ടിലേക്ക് കൊണ്ടുപോയി പുതിയ എല്ലാവരുടെ ഒരു പൊതു സമൂഹത്തിന്റെ ഉത്സവം, നാട്ടിന്റെ ഒരു ഉത്സവമായി മാറുന്നതല്ലേ കാലത്ത്. ഇപ്പൊ ഇന്നലെ ഞാനൊരു മുസ്ലിം ചെറുപ്പക്കാരൻ എന്നെ പിന്നെ ഞാൻ ബസ് കാത്തിക്കുമ്പോ എന്നെ കയറ്റി, എന്റെ മകളും ഉണ്ടായിരുന്നു കൂടെ. അപ്പൊ ആ മകളും ഈ ചെറുപ്പക്കാരനെ ഒന്നിച്ച് പഠിച്ചതാണ്. അപ്പൊ ഞങ്ങൾ രണ്ടാളും കണ്ടപ്പോ ഞാൻ പാലക്കുന്നിലേക്കാണ് ഇങ്ങനെ വരുന്ന കയറിക്കൊണ്ട് കയറ്റി. ആ വരുന്നിടത്ത് പറഞ്ഞെന്താ അറിയോ, ഈ റോഡിന്റെ ഇന്നത്തെ സ്ഥിതി. അപ്പൊ അദ്ദേഹം ആഗ്രഹിക്കുന്നു നമ്മുടെ ഉത്സവപ്പോഴത്തേക്കും കൂടെ ഇതൊന്ന് ആയാ മതിയായിരുന്നു. കാരണം വെച്ചാൽ നമ്മളല്ലാത്തൊരു വ്യക്തി പോലും ചിന്തിക്കുന്നത് ഉത്സവത്തിന്റെ പ്രാധാന്യം. തീർച്ചയായിട്ടും നമുക്ക് പാലക്കുന്ന അതിന്റെ പ്രാധാന്യം പൊതുസമൂഹം മൊത്തത്തിൽ ഉൾക്കൊള്ളുന്നതിലെ സന്തോഷകരമായ കാര്യമാണ്. അപ്പം അതുതന്നെ നമ്മൾ ഒട്ടനവധി വിഷയങ്ങൾ നമ്മൾ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, പൊതുസമൂഹം ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ, വയനാട്ടിൽ ഒരുപാട് വിഷയങ്ങൾ നമ്മൾ ഇന്ന് ടോപ്പ് ടൈമിൽ ചർച്ച ചെയ്തു. നമ്മൾ ഇന്നത്തെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ അങ്ങ് തയ്യാറായത് തന്നെ നമ്മുടെ ഒരു മഹാഭാഗ്യമായിട്ട് കരുതുന്നു. ഈ പരിപാടിയിൽ പങ്കെടുത്തതിന് കാസർഗോഡ് വിഷയന്റെ എല്ലാ നന്ദിയും അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. എല്ലാവിധ നന്മകളും വേണ്ടി പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്കും കുടുംബത്തിനും.